അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതായിരുന്നു. ഒട്ടും വിചാരിക്കാത്ത രീതിയിലാണ് ട്വിസ്റ്റ് വന്നത്. സൂപ്പറായിരുന്നു. സൂപ്പർ അഭിനയം. അടിപൊളി. നല്ലതായിരുന്നു, ഒത്തിരി നല്ലതായിരുന്നു. ഹൊററിനേക്കാളും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതായിരുന്നു. അത് ഒത്തിരി നല്ലതായിരുന്നു. അടിപൊളി, അടിപൊളിയായിരുന്നു. കുറച്ച് ഇല്ല, പിള്ളേർക്ക് കുറച്ച് പേടിയുള്ള രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് സീനിയേഴ്സ് കാണുന്ന അഡൽട്സ് ഇതാണ് നല്ലത്. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. പേടിക്കാനൊന്നുമില്ല. നല്ല മൂവിയായിരുന്നു. എനിക്ക് കുറച്ച് നമ്മളെ യൂഷ്വൽ പ്രേതത്തെ കാണിക്കാതെ സൗണ്ട് വെച്ച് എഫക്ട്സ് ഒക്കെ വെച്ച് നമ്മളെ പേടിപ്പിച്ച ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അത് നൈസായിരുന്നു. സൂപ്പറായിട്ട് സൂപ്പർ, ഒരു രക്ഷയില്ല. സൂപ്പർ. പ്രണവ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ ഐ കോണ്ടാക്റ്റൊക്കെ ഈ പടത്തിലാണ് നല്ലപോലെ വന്നിട്ടുള്ളത്. നല്ല അഭിനയമായിരുന്നു. അടിപൊളിയായിരുന്നു പടം. എല്ലാ പേടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അടിപൊളി സ്റ്റാൻഡാണ്. അടിപൊളി, അടിപൊളി. സൗണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി, പൊളിച്ച്. കൊള്ളാം, നൈസായിട്ടുണ്ട്. പേടിക്കാനുള്ള ശരിക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ കുറവിൽ ഞെട്ടുക ചെയ്തത്. ഹൊറർ ഫിലിമിൻ്റെ ഒരു സ്ഥിരം കാണുന്ന ആളാണ്, അതുകൊണ്ടായിരിക്കാം. അടിപൊളിയായിരുന്നു. ഫിലിം കൊള്ളാം, നല്ല ഫിലിമാണ്. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല പടം. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മലയാളം ഇൻഡസ്ട്രി. സൗണ്ടൊക്കെ പൊളി. നല്ല ടെക്നിക്കലി കിടിലം. ആക്ടിങ്ങും കൊള്ളാം. ടെക്നിക്കലി കിടിലം, ആക്ടിങ് കൊള്ളാം. പടം സൂപ്പർ. ചേട്ടാ ലൈക്ക് ഈ വെപ്പൺസ്, പിന്നെ അതേപോലത്തെ കുറച്ച് നീഷ് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങളുണ്ട്. ഏകദേശം അതേപോലത്തെ ഒരു വൈബിലുള്ളൊരു പടമാണ്. കിടിലായിട്ടുണ്ട്. അടിപൊളി, അടിപൊളി. ഓഡിയോ ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ, ഒരു രക്ഷയില്ല. ക്രിസ്റ്റോ സേവിയറിൻ്റെയാണ്. അടിപൊളി. അങ്ങനെ തോന്നിയില്ല, പക്ഷെ എന്നാലും ഉണ്ട് നല്ല എലമെന്റ്സ്. നല്ലപോലെ ഹോളിവുഡ് ടച്ച് ഉണ്ട്. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഒരു രക്ഷയില്ല. വൺ മാൻ ഷോ തന്നെയാണ്. ഫുൾ പ്രണവിന്റെ വൺ മാൻ ഷോ ആണ്. പ്രണവ് അടിപൊളിയായിട്ട്. സൗണ്ട് എഫക്റ്റ് അടിപൊളി. നമുക്കൊരു ഏറ്റവും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ നന്നായിട്ട് സൗണ്ട് എഫക്റ്റ് ഒരു രക്ഷയില്ല. പ്രണവ് സൂപ്പർ. പടം ഒരു ഹോളിവുഡ് ലെവൽ പടമാണ്. മലയാളത്തിൽ നിന്നുള്ളൊരു ഹോളിവുഡ് സിനിമ എന്ന് പറയാം. സൂപ്പർ ഫിലിം, വ്യത്യസ്തമായിട്ടുള്ള, കണ്ടിരിക്കണം, മസ്റ്റ് വാച്ചാണ്. സൗണ്ട് എഫക്റ്റാണ് ഏറ്റവും. ഒരു തേർട്ട് വലിക്കുന്നത് പോലും ആ തീപ്പൊരിയുടെ ഇത് കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും. അത്ര ഭയങ്കരമാണ്. സൂപ്പർ ഫിലിം. മൊത്തത്തിൽ മേക്കിംഗ് കൊള്ളാം. അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഗംഭീരം. BGM ഗംഭീരം. കൊള്ളാം, നന്നായിട്ടുണ്ട്. പേടിയുള്ളവർക്ക് പേടിക്കാനുണ്ട്. എന്നാലും പറഞ്ഞു കേട്ട അത്ര ഞാൻ കൂടുതൽ ഹൊറർ ഫിലിമൊക്കെ കാണുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് എന്നാലും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഫിലിം. പടം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ 21ാം നൂറ്റാണ്ട് സിനിമയിൽ കണ്ടതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള അഭിനയമായിരുന്നു പ്രണവ് മോഹൻലാലിൻ്റെത്. നല്ല കിടിലം അഭിനയമായിരുന്നു. പിന്നെ ഒരുപാട് സസ്പെൻസ് ഉണ്ട്. ഭൂതകാലത്തിൻ്റെ ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് വന്നത്. പ്രതീക്ഷ തെറ്റിച്ചില്ല. നല്ല പടം. പേടിക്കാനുള്ള സീനുണ്ട്. നമ്മൾ സാധാരണ കാണുമ്പോൾ വെള്ളസാരി പ്രേതമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഹോണ്ട് ചെയ്യും ഇങ്ങനത്തെ പടങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗം എടുത്തതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ഇതും ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്. അപ്പോൾ നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടത്. ബ്രോ നൈസായിരുന്നു, ഒരു രക്ഷയില്ല. ക്ലോസ് ഷോട്ടൊക്കെ എൻ്റെ പൊന്നോ, ക്ലോസ് ഷോട്ടിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുക, സെറ്റ് ഒന്നും, സിനിമാറ്റോഗ്രാഫി എല്ലാം പീക്ക് ലെവൽ. നല്ല സാധനം, നല്ലതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നൈസ് സീനില്ല. കൊള്ളാം, അടിപൊളി പടം. കുഴപ്പമില്ല ബ്രോ, കൊള്ളാം. പേടി കൊള്ളാം ബ്രോ. തന്നെ പറയാൻ പറ്റും. ബിക്കോസ് ഒരു ഫൈനർ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു എവിടെ നിന്നെങ്കിലും ഐ എം പ്രിറ്റി മച്ച് ഷുവർ ബ്രഹ്മയുഗത്തിൻ്റെ ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ് ഭൂതകാലത്തിൻ്റെ ഇൻസ്റ്റൻസ് ഒക്കെ കയറി വരുന്നുണ്ട്. സോ ഐ തിങ്ക് ആസ് ഓഡിയൻസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഹൊറർ ജോണേഴ്സിൽ ഒരുപാട് സിനിമകൾ ഇനി വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നു. യു ക്യാൻ റിയലി എക്സ്പെക്ട് ദാറ്റ് ടു കം ഫ്രം ദോസ് പീപ്പിൾ. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ ഇന്ത്യൻ സിനിമ റാംസെ ബ്രദേഴ്സിൻ്റെ ഒരു പൾപ്പ് ടൈപ്പ് ഇതിൽ അത് അവർക്കൊന്നും ചെയ്യാതെ പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സിനിമയിലെ കൂടെ ഈ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യൻ ഹൊററിന് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു ഫേസ് കൊടുക്കുകയാണ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദിസ് പേഴ്സൺ ബിക്കോസ് ഇറ്റ് ഹസ് സീൻ ട്രാൻസിഷൻസ്, മ്യൂസിക്, സൗണ്ട്, ആർട്ട് ഡിറക്ഷൻ,
കോസ്റ്റ്യൂംസ് ആയിരുന്നാലും പോലും ഇറ്റ് ലുക്സ് വെരി സിമ്പിൾ ബട്ട് ദെൻ എവറിത്തിങ് ആ ഒരു ഹൊറിഫൈങ് എഫക്റ്റ്, ആ ഒരു സ്പൂക്കിനെസ്സിനെ ഒരു ഭയങ്കര ഹീഡിയസ് രീതിയിൽ ആ ഫിയർ എന്ന് പറഞ്ഞ ഫാക്ടർ ആൾക്കാരിൽ കൊണ്ടുവരാൻ ഹീസ് ബീൻ ഏബിൾ ടു ഡു ഇറ്റ്. ആൻഡ് ഐ എം ടെല്ലിങ് യു, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി കാണണം. ഇറ്റ്സ് ലൈക്ക് ഹൊററിനൊരു എന്താ പറയണേ, ഒരു ഓഡ് ടു ഹൊറർ എന്ന് തന്നെ, ഒരു ഹൊറർ ഫിലിം മേക്കിംഗ് തന്നെ പറയുന്നത്. സോ ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു വാച്ച് ഇറ്റ് വൺസ് മോർ ആൻഡ് ഗോയിങ് ഫോർവേഡ് ഐ തിങ്ക് യു ക്യാൻ എക്സ്പെക്ട് എ ലോട്ട് മോർ ഫ്രം ദിസ്. ഇതിന്ന് തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഐ തിങ്ക് നല്ലപോലെ അതേ നല്ലൊരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ഹൊറർ സ്റ്റോറീസ് ഇതിൽ തന്നെ വരാൻ സാധ്യത.